ബ്ലോക്കുകളുടെയൊക്കെ ഒരു തുടക്ക സ്ഥലമുണ്ടല്ലോ. എറണാകുളത്തേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഈ ബ്ലോക്കുകളൊക്കെ തുടങ്ങുന്നത് ട്രാവൽ ചെയ്യുന്നവർക്കറിയാം ആലപ്പുഴ അരൂരിൽ നിന്നാണ്. അരൂരിലെ ദേശീയപാത നിർമ്മാണം തുടങ്ങിയിട്ട് കാലം കുറയായി. അതിനൊക്കെ അപ്പുറം ഈ സർവീസ് റോഡ് ഉണ്ട്. ഇപ്പോൾ അവിടെ ഈ വാഹന ഗതാഗതം നടത്തുന്ന ഒരു സർവീസ് റോഡ് വഴിയാണ്. ആ സർവീസ് റോഡാണെങ്കിൽ കുണ്ടും കുടിയും കാരണം ഒരു മനുഷ്യനും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ആളുകളുടെ സമയനഷ്ടം, അതേപോലെ ഈ ഡീസലും പെട്രോളും കത്തിത്തീരുക, ഈ സാമ്പത്തിക നഷ്ടം തുടങ്ങി എന്ന് വേണ്ട ആലപ്പുഴ അരൂരിലേത് ഒരു ദുരിത യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിക്കാരെ സംബന്ധിച്ച്. VS അനുരാഗ് ഉണ്ട് അവിടെ നിന്നും. അനുരാഗെ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ സമയത്തെ അരൂരിലെ കാഴ്ച? സേതു, ഗുഡ് മോർണിംഗ്. രസകരമായ കാഴ്ച. ആലപ്പുഴ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ റോഡ് വക്കിൽ പലയിടത്തും ബോർഡ് വച്ചിട്ടുണ്ട്. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നാണ് ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇഴഞ്ഞു പോകുന്ന ഈ പ്രദേശത്ത് എന്തിനാണ് ഇത്തരത്തിലൊരു ബോർഡ് എന്നുള്ളതാണ് കൗതുകത്തോടെ ഏവരും ചോദിക്കുന്ന കാര്യം. പ്രധാനമായും ഈ ഉയരപാത നിർമ്മാണ മേഖലയായ അരൂർ മുതൽ തുറവൂർ വരെയുള്ള 13 കിലോമീറ്റർ, ഇവിടെയാണ് ഏറ്റവും അധികം ഗതാഗത കുരുക്ക് പ്രധാനമായും ഉണ്ടാകുന്നത്. ഈ 13 കിലോമീറ്റർ കവർ ചെയ്യാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം മതി സാധാരണ വേഗതയിൽ. പക്ഷേ ഇപ്പോൾ അത് 2 മണിക്കൂറിലധികം ആളുകൾക്ക് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. പ്രധാനമായും സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജ് ഉണ്ട്, ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെയും ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാകുന്ന കാഴ്ചയാണ്. ആംബുലൻസുകളൊക്കെ കടന്നു പോകുന്ന വഴികൾ നമ്മൾ കണ്ടാൽ അത്രത്തോളം പരിതാപകരമാണ്. സേതു സൂചിപ്പിച്ചതുപോലെ സർവീസ് റോഡുകളെല്ലാം കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്കുള്ള യാത്ര പോലെയാണ് ഈ സർവീസ് റോഡുകളുടെ കാഴ്ച. അതിനൊപ്പം ഈ ഗതാഗത കുരുക്കുള്ള ഇടങ്ങളിലെല്ലാം ഗതാഗതം നിയന്ത്രിക്കുന്നത് അത് ഇതര സംസ്ഥാന തൊഴിലാളികളെന്നാണ് ഈ കാഴ്ച. മറ്റ് പോലീസുകാരോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ ഹോംഗാർഡുമാരോ അങ്ങനെ ഒന്നും അവരുടെ ആരുടെയും ഇടപെടൽ ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഗൗരവതരമായ വിഷയം. ഇവർക്ക് എത്രത്തോളം ഈ ഗതാഗത സംവിധാനം അത് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യമൊക്കെയും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പലയിടങ്ങളിലും ഈ മഴ തുടങ്ങിയതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടായി. ഈ വെള്ളക്കെട്ടിൽ കുഴിയുടെ ആഴം മനസ്സിലാകുന്നില്ല. ചെറിയ ടയറുള്ള, അതായത് സ്കൂട്ടറുകൾ പോലെയുള്ള വാഹനങ്ങൾ, സ്ത്രീകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നത്. അവരെല്ലാം ഈ കുഴിയിൽ വീണ് എണീറ്റ് പോകുന്ന സാഹചര്യമാണ്. ഈ ജോലിക്കൊക്കെ പോകുന്നവർ കുഴിയിൽ വീണ് എണീറ്റ് ചെളിയോടെ നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് പരിതാപകരം തന്നെയാണ്. എന്തായാലും ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ഈ കരാർ കമ്പനികളും അതിനൊപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയും ഒരുക്കുന്നുണ്ട് എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പലയിടങ്ങളിലും മണ്ണ് കെട്ടി പൊക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഈ മഴക്കാലത്ത് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അവിടെയൊന്നും ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് ബോർഡോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും ബീമുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ഏത് സമയം വേണമെങ്കിലും താഴെക്കൂടെ പോകുന്ന റോഡിൽ, അതായത് സർവീസ് റോഡിലൂടെ പോകുന്ന ആളുകളുടെ എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ ഈ ദേശീയപാത അതോറിറ്റിക്ക് അറിവില്ലാത്തതൊന്നും അല്ലാന്ന്. കാരണം ഇത് എത്രയായി ഈ കാഴ്ചകൾ നമ്മൾ അധികാരികളിലേക്ക് എത്തുന്നുണ്ട്. ഇവിടുത്തെ ഈ അരൂരിലെ ദുരിത കാഴ്ചകൾ എത്തിക്കുന്നുണ്ട്, അരൂരിലെ റോഡിലെ കാഴ്ചകൾ എത്തിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ഒരു സർക്കസ് കളിക്കുന്ന പോലെയാണ് അരൂർ ആ ഭാഗം ഒന്ന് കടന്നു കിട്ടാൻ നമ്മൾ പെടാപ്പാടുപെടുന്നത്. 2 വീലറൊക്കെ ആണെങ്കിൽ നിത്യേന വീഴ്ചയാണ്. ആളുകൾ വരുന്നു, വീഴുന്നു, കുഴിയിൽ വീഴുന്നു. ഈ കുഴി ഉണ്ടെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. ഒരു ബോർഡില്ല അവിടെ. ഈ ദുരവസ്ഥയൊക്കെ അറിഞ്ഞിട്ടും അറിയാതെ കണ്ണടച്ചിരിക്കുന്നവരെ ഇനി എങ്ങനെ ഉണർത്താനെന്നാണ് ചോദ്യം. തീർച്ചയായും സേതു, ഈ സർക്കസ് കമ്പനിക്കാർക്ക് അവരുടെ ആ സർക്കസ് കമ്പനിയുടെ ഉടമയെങ്കിലും അവർക്കൊരു അപകടം പറ്റിയാൽ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാകുമെന്നുള്ള ഒരു ധൈര്യമുണ്ട്. പക്ഷേ ഈ റോഡിലൂടെ പോകുന്ന സാധാരണക്കാരെ ആര് തിരിഞ്ഞു നോക്കാൻ എന്നുള്ളതാണ്. ഈ വഴിയിലൂടെ പോകുന്ന, അതായത് ഒരു വാഹനത്തിന് അപകടം പറ്റിയാൽ പുറകെയുള്ള ആളുകൾ എണീപ്പിച്ച് വിട്ടാലായി, അല്ലാതെ മറ്റാരും ഇവിടെ തിരിഞ്ഞു നോക്കാനില്ല. ഹൈവേ അതോറിറ്റി ജീവനക്കാരൊക്കെ ഇതുവഴി പോകുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴും ഒരു ജീവനക്കാരനും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബോർഡ് വെച്ച ഒരു വാഹനം പോലും ഈ റോഡിലൂടെ കാണാനില്ല. കാരണം അവരുടെ നടുവൊടിയും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പാത മാറ്റിയായിരിക്കും പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സാധാരണക്കാർക്ക് ഈ റോഡ് വക്കിലുള്ളവർക്ക് ഈ വഴി തന്നെ ഉപയോഗിച്ചാലേ പറ്റൂ. അരൂരിലെ രാവിലത്തെ കാഴ്ചകളാണ് അനുരാഗ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.